കുടിയേറ്റ ജനതയുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വന്യജീവി വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ബിജെപി വെല്ലുവിളിക്കുന്നതായും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു. പണ്ട് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിൽ ഒരു പഞ്ചായത്ത് ഒരു വീട്ടിൽ ഒരാൾക്ക് തോക്കുണ്ടായിരുന്നു. ആ തോക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അവർ അന്നത്തെ കാലത്തും ഇതിനേക്കാൾ വലിയ വന്യമൃഗശല്യവും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗശല്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ തോക്ക് കൊടുത്തിരുന്നത്. ഇന്ന് ആ തോക്കുകൾ എവിടെ? അത് സർക്കാരിൽ ചാരി വെച്ചിട്ടുണ്ട്. അപേക്ഷ കൊടുത്ത ഒരൊറ്റ അപേക്ഷകൾ പോലും വളരെ നിസ്സാരം. അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാൽ സർക്കാരിനോട് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒന്നോ രണ്ടോ ആളുകൾക്ക് തോക്ക് കൊടുക്കും. ഒരു പഞ്ചായത്ത് 100 തോക്കുണ്ടെടുത്ത് ഇപ്പൊ 5-10 പേർക്ക് തോക്കുണ്ട്. അതിൽ സർക്കാർ പറയുന്ന 800 രൂപയ്ക്ക് വെടിവെക്കാൻ വരാൻ തയ്യാറാകണ്ടേ? ഇതിന്റെ ചെലവ്, ഇതിനെ വെടിവെച്ചിട്ടാൽ അതിന്റെ ഫോർമാലിറ്റീസ്, ഇതിനെ കൃത്യമായി അറിയിച്ചില്ലെങ്കിൽ പോലീസ് കേസ്. കാട്ടുപന്നിയെ വെളിച്ചെണ്ണയിൽ വറക്കുന്ന കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. സ്വന്തം പോലീസും വനംവകുപ്പും കേസെടുത്ത് ദ്രോഹിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വന്യജീവി ശല്യം ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാൻ കുടിയേറ്റ ജനതക്കറിയാം. എന്നാൽ സ്വന്തം പുരയിടത്തിൽ വെച്ച കെണിയിൽ വീണ് മൃഗം ചത്താൽ പോലും കൊലക്കുറ്റം ചുമത്തി ജയിലിടുന്ന സർക്കാരും പോലീസും വനംവകുപ്പും ആണ് ഇവിടെയുള്ളത്. കർഷക വേട്ടയുമായി ഇറങ്ങില്ല എന്ന് ഉറപ്പു നൽകുന്നതിന് പകരം കേന്ദ്ര നിയമങ്ങളിൽ പഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെയും ഇടത് സർക്കാരിന്റെയും ശ്രമം. സെക്ഷൻ 11A, സെക്ഷൻ 2 എന്നിവ പ്രകാരം ജനജീവിതത്തിന് ഭീഷണിയാവുന്ന ഏത് വന്യജീവിയെയും വേട്ടയാടുവാൻ അനുവാദമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ വെടിവെക്കാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരും വനം വകുപ്പും തയ്യാറായില്ലെന്നും വെറുതെ കേന്ദ്രത്തെ പഴിച്ച് ജനങ്ങളെ പറ്റുകയാണെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വ്യക്തമാക്കി. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.